ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെർക്കോ, LDC, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് 2025 ജനുവരി കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറച്ച് എടുത്തായിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മലയാളം PYQ സെക്ഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ബാക്കി ഉള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റ് ക്ലാസ്സുകൾ, അതായത് കറണ്ട് അഫയേഴ്സിന്റെ മറ്റ് ഭാഗങ്ങൾ കാണാനുള്ളവർ ആദ്യം മുതലേ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്തുന്നതിനായിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ആരംഭിച്ച IIT ഏതാണ്? രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്തുന്നതിനായിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ആരംഭിച്ച IIT ഏതാണ്? IIT ഗുവാഹത്തിയാണ്. ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്തുന്നതിനായിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ആരംഭിച്ച IIT ഏതാണ്? IIT ഗുവാഹത്തിയാണ്, ഗുവാഹത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 ജനുവരിയില് കിഴക്കൻ ഇന്തോനേഷ്യയില് സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഏതാണ്? അതാണ് ഇബു. അപ്പോ 2025 ജനുവരിയില് കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഏതാണ്? ഇബു ആണ് കേട്ടോ, ഇബു. അപ്പോൾ ഇബു എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? അത് ഇന്തോനേഷ്യയിലാണ്. നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ 2025 US സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ നേടിയ മാർപ്പാപ്പ ഏതാണ്? ഏത് മാർപ്പാപ്പയ്ക്കാണ് കിട്ടിയത്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ്. 2025 US പ്രഥമ സിവിലിയൻ ബഹുമതിയായ, ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള വിശിഷ്ട ഫ്രീഡം മെഡൽ, പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ കിട്ടിയത് ഏത് മാർപ്പാപ്പയ്ക്കാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ ഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ്? ബി നിഖിലാണ്. എന്താണ് ക്വസ്റ്റ്യൻ? പ്രഥമ ഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണത്? ബി നിഖിലാണ്. ബി നിഖിൽ. അടുത്ത നോക്കിയേ. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായിട്ടുള്ള ഇന്ദിരാഭവൻ, കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് നമ്മുടെ സോണിയാഗാന്ധിയാണ് കേട്ടോ. ഒന്നുകൂടെ, കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സോണിയാഗാന്ധിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹോപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഹോപ്പ്? നമ്മുടെ 80 രാജ്യങ്ങളായിട്ട് പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത് അല്ലെ. ആത്മകഥയാണ്. ആരുടെയാണ്? മാർപ്പാപ്പയുടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് എന്തെന്ന് പറയുന്നത്? ഹോപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കിയടാ. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പൽ ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പലിന്റെ പേരാണ് INS സൂററ്റ്. എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേധ കപ്പലിന്റെ പേരെന്താണ്? INS സൂററ്റ് കേട്ടോ. INS സൂററ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 ജനുവരിയില് എഴുത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2025 ജനുവരിയിൽ എഴുത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരൻ ആരാണ്? അംബികാസുധൻ മങ്ങാട്. ആരാണ്? അംബികാസുധൻ മങ്ങാട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ 50 വർഷം പൂർത്തിയായി, എഴുത്തിന്റെ 50 വർഷം പൂർത്തിയായിട്ടുണ്ട് 2025. ആരുടെയാണ്? അംബികാസുധൻ മങ്ങാട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ അംബികാസുധൻ മങ്ങാട്? നമ്മുടെ DDT നിരോധിച്ചുകൊണ്ടുള്ള അല്ലെ എൻ മഗജെ എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് ആര്? അംബികാസുധൻ മങ്ങാട് അല്ലെ. നമ്മുടെ എൻഡോസൾഫാനുമായിട്ട് ബന്ധപ്പെട്ട് DDT ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള അല്ലെ, DDT കുറിച്ചിട്ടുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് എന്ന് പറയുന്നത് എൻ മഗജെ എന്ന നോവലുണ്ട് അല്ലെ. പുസ്തകമല്ല, നോവല്. അത് എഴുതിയത് ഈ അംബികാസുധൻ മങ്ങാടാണ്. ഈ അംബികാസുധൻ മങ്ങാടിന്റെയാണ് എഴുത്തിന്റെ 50 വർഷം 2025 ജനുവരിയിൽ പൂർത്തിയായത്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
സംസ്ഥാനത്തെ കടമെടുപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? അതായത് സംസ്ഥാനത്തെ കടമെടുപ്പില് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. നമ്മുടെ കേരളത്തിൽ എത്രാം സ്ഥാനം അറിയോ? കേരളം എത്രാം സ്ഥാനമാണ്? 9ാം സ്ഥാനത്താണ്. സോറിടാ, കേരളം 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനം. കേരളം 3ാം സ്ഥാനത്താണ്. ഓക്കെ, അപ്പോ സംസ്ഥാനത്തെ കടമെടുപ്പിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2025 ജനുവരിയില് അന്താരാഷ്ട്ര സംഘടനയായ ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരം എന്താണ്? ക്വസ്റ്റ്യൻ. 2025 അന്താരാഷ്ട്ര സംഘടനയായ ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരം. 9 വയസ്സ് പ്രായം ഉള്ളൂ കേട്ടോ. 9 വയസ്സ് പ്രായമുള്ളൂ. 9 വയസ്സ് മാത്രം പ്രായമുള്ള ആരാണത്? ദിവി വിജേഷ് ആണ് കേട്ടോ. ദിവി വിജേഷ് ആണ്. ഓർത്ത് വെച്ചേക്കുക, ദിവി വിജേഷിന് 9 വയസ്സേ ഉള്ളൂ. അപ്പൊ 9 വയസ്സ് മാത്രം പ്രായമുള്ള അന്താരാഷ്ട്ര സംഘടനയായ ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരമാണ് ആരെന്ന് പറയുന്നത്? ദിവി വിജേഷ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇനി വരാനിരിക്കുന്ന സംസ്ഥാന കായിക മേളയിൽ പുതിയ ഇനമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി തീരുമാനിച്ചിരിക്കുന്ന കായിക ഇനം ഏതാണ്? കളരിപ്പയറ്റാണ്. എന്താണ്? വരാനിരിക്കുന്ന സംസ്ഥാന കായിക മേളയില് പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കായിക ഇനമാണ് എന്ന് പറയുന്നത് കളരിപ്പയറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ. വിജയ് ഹസാരെ ദേശീയ ഏകദിന ടൂർണമെന്റിൽ അതായത് 5ാം തവണയും കിരീടം നേടിയത് ആരാണ്? അല്ലെങ്കിൽ ജേതാക്കളായത് ആരാണ്? കർണാടകയാണ് കേട്ടോ. കർണാടകയാണ്. 2025 വിജയ് ഹസാരെ ദേശീയ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5ാം തവണയും ചാമ്പ്യന്മാരായത് അല്ലെങ്കിൽ ജേതാക്കളായത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? കർണാടകയാണ് കേട്ടോ. കർണാടക. ഓക്കെ അല്ലേ? അടുത്ത ദിവസം നോക്കിയേ. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചിട്ടുള്ള പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ കവിത്രിയായിട്ടുള്ള സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചിട്ടുള്ള പരിപാടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് സുഗതോത്സവം. ഏതാണ് പരിപാടി? സുഗതോത്സവം. ഓക്കെ, അടുത്തത്. രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കുന്ന മുൻ രാഷ്ട്രപതി ആരാണ്? ആരുടെ സ്മാരകമാണ് രാജ്ഘട്ടിൽ നിർമ്മിക്കാൻ പോകുന്നത്? നമ്മുടെ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് കേട്ടോ. രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കുന്ന മുൻ രാഷ്ട്രപതി ആരാണ്? പ്രണബ് മുഖർജിയാണ്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും കറണ്ട് അഫയേഴ്സ് നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. അപ്പൊ രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്തുന്നതിനായിട്ട് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം വികസിപ്പിച്ച IIT ഏതാണ്? IIT ഗുവാഹത്തിയാണ് കേട്ടോ. IIT ഗുവാഹത്തിയാണ്. ഇനി 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ഇബു. മറക്കരുത്, ഏതാണ്ടാ? ഇബു. US 2025 US-ലെ അതായത് പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ നേടിയത് ഏത് മാർപ്പാപ്പയാണത്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്തത്. പ്രഥമ ഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആയത് ആരാണ്? ബി നിഖിലാണ് കേട്ടോ. ബി നിഖിൽ. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാ ഭവൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമാണ് ഇന്ദിരാ ഭവൻ. അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സോണിയാഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 80 രാജ്യങ്ങളിലായിട്ട് പുറത്തിറങ്ങിയ ആത്മകഥയുടെ പേരാണ് ഹോപ്പ്. മറക്കരുത്, ഏതാണത്? ഹോപ്പാണ്. ഹോപ്പ്. ലോകത്തെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ഏതാ? INS സൂററ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ വേദ കപ്പൽ ഏതാണ്? INS സൂററ്റ് ആണ്. ദെൻ എഴുത്തിന്റെ 2025 ജനുവരിയിൽ എഴുത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരനാണ് അംബികാസുധൻ മങ്ങാട്. അടുത്തത്. ക്യാമ്പസിൽ വ്യവസായശാല പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലാണ്. ദെൻ സംസ്ഥാനത്തെ കടമെടുപ്പിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന് 3ാം സ്ഥാനമാണ്. അടുത്തത്. 2025 അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള
ഫിഡെയുടെ വനിതാ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി നേടിയ മലയാളി താരം 9 വയസ്സ് മാത്രം പ്രായമുള്ള ആരാണത്? ദിവ്യ വിജേഷ് ആണ് കേട്ടോ, ദിവ്യ വിജേഷ് ആണ്. ദെൻ അടുത്ത വരാൻ പോകുന്ന സംസ്ഥാന കായിക മേളയിൽ പുതിയ ഇനമായിട്ട് ഒരു ഇനം കൂടി വരികയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് പ്രഖ്യാപിച്ചത്. അത് ഏത് ഇനമാണെന്ന് ചോദിച്ചാൽ ഏതിനെയാണത്? കളരിപ്പയറ്റിനെയാണ് അല്ലേ, കളരിപ്പയറ്റാണ്. ദെൻ 2025 വിജയ് ഹസാരെ ദേശീയ ഏകദിന ടൂർണമെന്റിൽ 5ാം തവണയും, ശ്രദ്ധിക്കുക എത്രാം തവണയാണ്? 5ാം തവണയും ചാമ്പ്യന്മാരായത് ആരാണ്? കർണാടകയാണ്. നമ്മുടെ സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചിട്ടുള്ള പരിപാടി അറിയപ്പെടുന്ന പേരാണ് സുഗതോത്സവം. ഏതാണ് പേര്? സുഗതോത്സവം. ദെൻ ലാസ്റ്റത്തെ രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കുന്ന മുൻ രാഷ്ട്രപതി ആരാണ്? പ്രണബ് മുഖർജിയാണ്. അപ്പൊ നമ്മള് ഇന്ന് വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറേശ്ശെ തരുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒത്തിരി ആയാലും അത് പാഴായിരിക്കും കേട്ടോ. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം കുറേശ്ശെ പഠിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ക്ലാസ്സുകളൊന്നും എത്തിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.